മാധ്യമരംഗത്ത് സംശുദ്ധി നഷ്ടപ്പെടുകയാണെന്ന് 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നയാൾ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന കാലമാണിതെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. COA 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ സംഘടിപ്പിച്ച കേരള വിഷൻ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേര് പറയുക, നേര് ചിന്തിക്കുക, അതുപോലെ അഴിമതിയും കൈക്കൂലിയും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പുരളാതെ നടക്കുക, നമുക്ക് ഗിഫ്റ്റുകൾ തന്ന് നമ്മളെ സ്വാധീനിക്കാൻ ആളുകൾ ശ്രമിച്ചാൽ ആ വഴി നടക്കാതിരിക്കുക. എത്ര മാധ്യമപ്രവർത്തകരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും? അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തകൻ്റെ, ഒരു മാധ്യമപ്രവർത്തകൻ്റെ വില നിലവാരം നിശ്ചയിക്കുന്നത് അയാൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കണക്കിലാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പോസ്റ്റുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. 20 ലക്ഷം ശമ്പളമുള്ള ആൾ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനാകുമോ? ശമ്പളമാണോ ഒരു പത്രപ്രവർത്തകൻ്റെ അന്തസ്സും മാന്യതയും തീരുമാനിക്കുന്നത്? നമ്മുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സംശുദ്ധി കുറേയെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തെയും ബാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇക്കാര്യം നമ്മുടെ മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. കേരളത്തിലെ മാധ്യമരംഗം പണമൊഴുക്കിന്റെ കാര്യത്തിൽ യാതൊരു ലോപവുമില്ലാത്ത ഇടമായി മാറിയെന്ന് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ പറഞ്ഞു. എന്നാൽ സംസ്കാരത്തിന്റെ അടിത്തറ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പണമൊഴുക്കിന് യാതൊരു കുറവുമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളമെന്ന് മാധ്യമങ്ങളുടെ ചില മാധ്യമങ്ങളുടെ പ്രവർത്തനം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പണമാണ്, എന്തും ചെയ്യാനുള്ള പണമാണ്. അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പണമൊഴുക്കിൻ്റെ കാര്യത്തിൽ യാതൊരു ലോപവുമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് കേരളം മാറുന്നു. പക്ഷേ അടിസ്ഥാന ആശയങ്ങളുടെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ അടിത്തറ ഏത് നിലയിലാണ് ദരിദ്രമായിക്കൊണ്ടിരിക്കുന്നത്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നത്, ശൂന്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ വിഷയം. പത്രം വായിക്കുക എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരു അനിവാര്യതയല്ല. അവർ പത്രം വായിക്കുന്നത് എന്തിനാണ്? നമ്മൾ പണിയെടുത്താൽ പോരെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. പ്രശ്നങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള മനസാന്നിധ്യം മാധ്യമങ്ങൾക്കില്ലാതായെന്ന് കാർണി ബുക്സ് ചീഫ് എഡിറ്റർ ഗൗരിദാസൻ നായർ വിമർശിച്ചു. പ്രശ്നങ്ങളെ അവയുടെ ആഴത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണതയിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു മനസാന്നിധ്യം, അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഇന്ന് മാധ്യമങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം പറയുന്നത് മാത്രം ശരി എന്ന് പറയാനുള്ള ഒരു മാധ്യമം നമുക്ക് ആവശ്യമില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ലോകമെമ്പാടും തന്നെ, കേരളത്തിൽ പ്രത്യേകിച്ചും, കാരണം കേരളം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നാം ലോക സമൂഹമാണ്. അവിടെയെല്ലാം തന്നെ ഒരു വിശ്വാസ തകർച്ച മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വിധം ദൃശ്യമാധ്യമ സംസ്കാരം മാറുന്നുവെന്ന വിമർശനം മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉന്നയിച്ചു. അക്ഷരത്തിലുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്നതായിരുന്നു നമ്മുടെ ഒരു ജീവിത സന്ദർഭം. ഇന്ന് ദൃശ്യത്തിലുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന് വന്നിരിക്കുന്നു. ദൃശ്യം കൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് വന്നിരിക്കുന്നു. 2002 എത്രയോ മനുഷ്യരെ കൊന്നൊടുക്കിയ, വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ ഒരു മനുഷ്യനെ വിശ്വഗുരുവായും വികാസ് പുരുഷനാക്കിയും മാറ്റിയത് ഈ ദൃശ്യ സംസ്കാരമാണ്. നിങ്ങൾക്ക് നമ്മൾ സാധാരണ പറയുന്ന പോലെ ആടിനെ പട്ടിയാക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ സംസ്കാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശ്രീ പ്രമോദ് നേരത്തെ സൂചിപ്പിച്ചത്. ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്കൊരാളോട് ചോദിക്കാം, ഇയാൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. അങ്ങനെ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ വാസ്തവത്തിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ന്യൂസ് മലയാളം MD-യുമായ അബൂബക്കർ സിദ്ദിഖ് എന്നിവരും സംസാരിച്ചു. ഭാവി കേരളം, മാധ്യമങ്ങളുടെ പങ്കും നിലപാടുമെന്ന വിഷയത്തിലായിരുന്നു സംവാദം നടന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.